എല്ലാവർക്കും മുക്കല സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പോർച്ചുഗൽ കൊളംബിയ മത്സരം സമനിലായിരിക്കുകയാണ്. അതോടെ ഇനി അർജൻറ്റീന പോർച്ചുഗൽ തമ്മിലുള്ള മത്സരം സാധ്യത കുറവാണ്. അഥവാ രണ്ട് ടീം കളിക്കുന്നുണ്ടെങ്കിൽ രണ്ടും ഫൈനലിലെത്തിയാലേ ഇനി അർജൻറ്റീന പോർച്ചുഗൽ തമ്മിലുള്ള മത്സരം ഉണ്ടാകത്തുള്ളൂ. ഇന്ന് കൊളംബിയനോട് പോർച്ചുഗൽ സമനിലായതുകൊണ്ട് അവർ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് ഇപ്പോൾ റൗണ്ട് 32 വന്നിരിക്കുന്നത്. അതോടെ അവർക്ക് അടുത്ത ഗ്രൂപ്പ് കുറച്ച് സ്ട്രോങ് ആയിരിക്കുകയാണ്. ആ ഗ്രൂപ്പിലുള്ള ടീംസൊക്കെ പറഞ്ഞത് ജർമ്മനി, മൊറോക്കോ, നെതർലാൻഡ്, സ്പെയിൻ, ക്രൊയേഷ്യ, USA അങ്ങനെയുള്ള വലിയ വലിയ ടീമാണ് ആ ഗ്രൂപ്പിലുള്ളത്. ആ ഗ്രൂപ്പിൽ ഫൈനലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പണിയാണ്. അതോടെ അർജൻറ്റീന പോർച്ചുഗൽ തമ്മിലുള്ള മത്സരം നമുക്ക് ഇനി കാണാൻ ഈ വേൾഡ് കപ്പിൽ കാണാൻ സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ രണ്ട് ടീമും ഫൈനലിലെത്തണം. പിന്നെ അടുത്ത പോർച്ചുഗലിൻ്റെ റൗണ്ട് 32 പോർച്ചുഗൽ കളിക്കേണ്ട ടീം ഇനി ക്രൊയേഷ്യയാണ് അടുത്ത കളി. അപ്പോൾ അത് ക്രൊയേഷ്യയിൽ ജയിക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് സ്പെയിനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അൾജീരിയ ഇതിലേതും ടീമായിരിക്കും. അപ്പോൾ പിന്നീട് കിട്ടുന്നത് ക്വാർട്ടറിലൊക്കെ കിട്ടുന്നത് USA ബെൽജിയമോ സെനഗലോ അങ്ങനെ ടീമാണ് പിന്നെ പോർച്ചുഗലിന് ക്വാർട്ടറിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു കളിയായിരുന്നു കൊളംബിയയുടെ. നന്നായി കളിച്ച് സത്യം പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം കൊണ്ട് പോർച്ചുഗൽ രക്ഷപ്പെട്ടത്. തോക്കേണ്ട കളിയായിരുന്നു. കളി സമനിലായി ഒരു റൗണ്ട് 32 2ാം സ്ഥാനക്കാരായിട്ടാണ് പോർച്ചുഗൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ന്യൂസുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണാൻ നോക്കണം. ഓക്കെ, ബൈ.